ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് അവർ ചാനൽ മൈ ട്രിക്സ് ആൻഡ് ടിപ്സ്. ഞാൻ നിങ്ങളോടൊപ്പം സീന സലീം ഫ്രം കാലിക്കറ്റ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് റെസിപ്പി വീഡിയോ ആയിട്ടാണ്. അതായത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അതായത് ഒരു 10 മിനിറ്റേ നമുക്ക് ആവശ്യമുള്ളൂ ഇതുണ്ടാക്കാനായിട്ട്. അപ്പോൾ തിരക്കൊക്കെ ഉള്ള ദിവസങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൂടിയാണ്. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കണം. കാരണം നമ്മൾ സ്വീറ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ലപോലെ ഇഷ്ടപ്പെടും. ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ സ്പൈസി ആയിട്ടും ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് സ്വീറ്റ് ആയിട്ടുള്ള വേർഷനാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് വൈറ്റ് ഗോതമ്പാണ്. വൈറ്റ് ഗോതമ്പ് നിങ്ങൾക്ക് റെഡ് ഗോതമ്പ് വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം. അപ്പോൾ വൈറ്റ് ആകുമ്പോൾ എന്താ വെച്ചാൽ കുറച്ച് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും, നല്ല സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിക്കൊണ്ട് നമ്മളിവിടെ 3 കപ്പ് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്, വൈറ്റ് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഗോതമ്പ് സോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ സോക്ക് ചെയ്ത് വെക്കുന്നത്. സോക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ അധികം സമയം നമ്മൾ കുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് രാത്രി അങ്ങ് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ രാവിലെ എടുത്തിട്ട് അത് കുക്കറിലിട്ടിട്ട് 1-2 വിസിലടിച്ച് കഴിഞ്ഞാൽ അത് നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 കപ്പ് ഗോതമ്പാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 3 കപ്പ് ഗോതമ്പ് നല്ലപോലെ വാഷ് ചെയ്തിട്ട് ഒരു കുക്കറിലിട്ടിട്ട് ഞാൻ 5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 5 ഇല്ലെങ്കിൽ നമുക്ക് 6 കപ്പ് വെള്ളം ഒഴിക്കാം. അപ്പോൾ ഞാനിവിടെ 5 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. കാരണം മധുരം ഇടുമ്പോൾ മധുരം ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടി കൊണ്ടാണ് ഈ ഒരു ഉപ്പ് ചേർക്കുന്നത്. ഉപ്പ് ചേർത്തില്ല എന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നമുക്കിത് ഒരു 2-3 വിസിൽ വരുന്നത്, അത് ഓരോരുത്തരുടെ കുക്കറിൻ്റെ ഇതുപോലെ ഇരിക്കും. കാരണം ഞാനിവിടെ ഒരുപാട് അലിഞ്ഞ് വെന്ത ഒരു ടൈപ്പിലല്ല ഉണ്ടാക്കുന്നത്, കുറച്ചൊന്ന് കടിക്കുന്ന രീതിയിലാണ് കേട്ടോ. ഇത് 2-3 വിസിൽ അടിയുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ശർക്കരയും ഒരു ഗ്യാസ്മിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയെടുക്കുക. കാരണം അതിൽ കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഒരു തേങ്ങയുടെ മുറിയാണ് എടുത്തിട്ടുള്ളത്, ഒരു മുറി തേങ്ങ കേട്ടോ. അത് ചിരകി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ തേങ്ങ കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് കൂടും. അപ്പോൾ ഒരു തേങ്ങ വരെ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാം. ഒരു തേങ്ങ ഫുള്ളായിട്ടും വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ തേങ്ങ ആയതുകൊണ്ടാണ് അരമുറി തേങ്ങ എടുത്തത്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് നല്ല ജീരകത്തിൻ്റെ പൊടിയാണ്. അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എടുക്കുക. പിന്നെ ഞാൻ കുറച്ച് ഏലക്കാപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ വേണം, അത് ഞാൻ വഴിയെ പറയാം. പിന്നെ നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള ശർക്കരയാണ് കേട്ടോ ഇത്. അതായത് കല്ലൊക്കെ ഉണ്ടാവും ശർക്കരയിൽ. അപ്പോൾ ഇതുപോലെ വെള്ളത്തിൽ നല്ലപോലെ ഒന്ന് അലിയിച്ചെടുത്തിട്ട് ഇതുപോലെ അരിച്ച് വെച്ചാൽ മതി. പിന്നെ നമ്മുടെ ടേസ്റ്റി ഇൻഗ്രീഡിയൻറ്റ് ചെറിയുള്ളിയാണ്. അതൊരു 4-5 എണ്ണം എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ ചെറിയുള്ളി നമ്മൾ കുക്ക് ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ അതായത് നമ്മൾ ഗോതമ്പ് വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് അതിൻ്റെ വിസിലൊക്കെ പോയി വരുമ്പോൾ അതാ ഇതുപോലെ ഇരിക്കും കേട്ടോ. കണ്ടോ, ഇത് അടിയിലൊന്നും പിടിച്ചിട്ടില്ല, നല്ല അടിപൊളിയായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുറച്ചും കൂടെ കുക്ക് ചെയ്യാം കേട്ടോ. കാരണം എനിക്കിത് കുറച്ചിങ്ങനെ കടിക്കുന്ന രീതിയിലാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഈ ഒരു പരുവത്തിലെടുത്തത് കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം. നമുക്ക് ഇതുപോലെ ചിരട്ട തവിയൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 6 കപ്പ് വെള്ളം യൂസ് ചെയ്തിട്ട് ഇത് ഒരു 3-4 വിസിൽ അടിച്ചിട്ട് എടുത്താലും മതി കേട്ടോ. അപ്പോൾ അത് വേവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. അപ്പോൾ ഇത് നല്ല കറക്റ്റായിട്ടുള്ള കുക്കിങ്ങാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിലോട്ട് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കുക. ആദ്യം നമ്മൾ ചെറിയുള്ളി ഇട്ട് കൊടുക്കുക. കാരണം നല്ല ചൂടുള്ളതായതുകൊണ്ട് ഈ ചെറിയുള്ളി ഇതിൽ കിടന്നങ്ങ് വേവും. ചെറിയുള്ളി അഥവാ നിങ്ങൾക്ക് ഇതുപോലെ ഇടാൻ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റിൽ നെയ്യിൽ വറവാക്കിയിട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ ആണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങയും ജീരകത്തിൻ്റെ പൊടിയും ഏലക്കാപ്പൊടിയും അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മിക്സ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഗോതമ്പും ഇതും എല്ലായിടത്തും ഒരേപോലെ എത്താൻ വേണ്ടി കൊണ്ടാണ് ആദ്യം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ നമ്മുടെ ശർക്കരയുടെ വെള്ളം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കുക. ഞാനിവിടെ ഒരു 8 അച്ച് ശർക്കരയാണ് ഉരുക്കിയെടുത്തിട്ടുള്ളത്. അത് ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ 8 അച്ച് ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. ചില ആൾക്കാർക്ക് കുറവായിരിക്കും ഇഷ്ടം, ചില ആൾക്കാർക്ക് കൂടുതലായിരിക്കും ഇഷ്ടം. പിന്നെ ഇത് തന്നെ നമുക്ക് ശർക്കര ഉപയോഗിക്കാതെയും ചെയ്യാം. ആ സമയത്ത് നമ്മൾ നല്ല ജീരകവും ഏലക്കാപ്പൊടിയും ഒഴിവാക്കിയിട്ട് ഇതിൽ പച്ചമുളകും തേങ്ങയിൽ ഇട്ടിട്ട് ഒന്ന് ചതച്ച് ചേർത്ത് കൊടുത്താൽ മതി. ചെറിയുള്ളിയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല.
അപ്പോൾ അത് സ്പൈസി ആയിട്ടിരിക്കുക. അതും നല്ല ടേസ്റ്റുള്ളൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ മധുരം ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിനി ശർക്കരയുടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ശർക്കര ചേർക്കുമ്പോൾ കുറച്ച് ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അതിനുശേഷം പിന്നെ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് എല്ലായിടത്തും ഒരുപോലെ എത്താനായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാനായിട്ടൊക്കെ നല്ല സൗകര്യം ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല ലൂസിൽ വേണമെങ്കിൽ ശർക്കര വെള്ളം കുറച്ച് നല്ല ലൂസാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ടൈറ്റായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. അപ്പോൾ അഥവാ നിങ്ങൾക്ക് വെള്ളം പോരാന്ന് തോന്നുകയാണെങ്കിൽ നല്ല തിളച്ച വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ലൂസാക്കി എടുത്താലും മതി കേട്ടോ. ഇതിപ്പോൾ കാണുമ്പോൾ കണ്ടില്ലേ കുറച്ചൊരു ടൈറ്റായിട്ടാണുള്ളത്, പക്ഷേ നമ്മൾ കുറച്ചും കൂടെ ലൂസാക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടോ. അപ്പോൾ മധുരമൊക്കെ ഏകദേശം നല്ല കറക്റ്റാണ്. അപ്പോൾ ഞാനിതിൽ പിന്നെ കുറച്ച് തിളച്ച വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സാക്കി എടുത്തിട്ട് അതിന് ശേഷമാണ് പിന്നെ ഞാൻ സ്റ്റൗ ഓണാക്കി കൊടുക്കുന്നത് കേട്ടോ. സ്റ്റൗ ഓണാക്കിയിട്ട് നമ്മൾ ജസ്റ്റ് ഇതൊന്ന് തിളച്ചാൽ മതി. അതായത് ഒരുപാട് സമയമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. പിന്നീട് ഇതിന് കുക്കിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല ശരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആകാൻ വേണ്ടി കൊണ്ട് മാത്രം നമ്മൾ സ്റ്റൗ ഒന്ന് ഓണാക്കി കൊടുക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം നമുക്ക് മോർണിംഗിൽ പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ പോകാനുണ്ടെന്നുണ്ടെങ്കിൽ രാത്രി ഒന്ന് ഗോതമ്പ് അവിടെ കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സംഭവമേ ഉള്ളൂ. കാരണം തേങ്ങ പാലൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. തേങ്ങ ജസ്റ്റ് ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ വളരെ ഈസിയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങൾ ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൽ ഒന്ന് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ടേസ്റ്റിന് വേണ്ടിക്കൊണ്ട് ഒരു സ്പൂണിൽ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വറവായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നെയ്യ് ചൂടാക്കിയിട്ട് അതിൽ ചെറിയുള്ളി ഇട്ടിട്ട് നമ്മൾ വറവിടുന്ന പോലെ ഒന്ന് ബ്രൗൺ കളറാക്കി എടുത്തിട്ട് ഇതിലങ്ങ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ എനിക്ക് അതിനെക്കാട്ടിലും കുറച്ചും കൂടെ ഇഷ്ടം ഇതായതുകൊണ്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ മാറ്റം വരുത്തി ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. അതിൽ ഓൾ കൂടി പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു സന്തോഷ വാർത്ത പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു വർഷം മുമ്പ് ചെയ്ത ഒരു ലെഫ്റ്റ് ഓവർ റൈസിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു. അതായത് 3 ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിരുന്നു. അത് ഇപ്പോൾ ഒരു ചെറിയ വൈറലൊക്കെ ആയി. അതായത് 1.5 ലക്ഷത്തോളം ആളുകൾ കണ്ട് സപ്പോർട്ട് ചെയ്തു. അപ്പോൾ എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ കാണുന്നത്. ടാറ്റാ ബൈ. അസ്സലാമു അലൈക്കും.